ഹായ്, എല്ലാ കൂട്ടുകാർക്കും എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ പാഠം പഠിക്കാൻ പോവാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ സൺഡേ സ്കൂളുകളിൽ യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും യേശു കർത്താവ് ചെയ്ത ഒരുപാട് വീര്യപ്രവൃത്തികളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചുപോയവരെ ഉയർപ്പിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരികയാണ്. നമ്മൾ ഇന്ന് ഒരു പുതിയ പാഠം പഠിക്കാൻ പോവാം. പഠിക്കുന്നതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കും. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടുകാരും കണ്ണടച്ചേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കുവാൻ അവിടുത്തെ പാദപീഠത്തെങ്കിലായിരിക്കുന്നു. ദൈവം ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പഠിക്കുവാനും പഠിപ്പിക്കുവാനും ദൈവം ഞങ്ങൾക്ക് ബലം നൽകണമേ, കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും ഉറക്കെ ആമേൻ പറഞ്ഞേ. ആമേൻ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു പാഠം പഠിക്കാൻ പോവാം. ഇന്നത്തെ നമ്മുടെ പാഠത്തിൻ്റെ പേര് യേശു കുരുടരെ സൗഖ്യമാക്കി. കുരുടരെ സൗഖ്യമാക്കി. കുരുടരെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കൂട്ടുകാർക്കറിയാവോ കുരുടരെന്ന് പറഞ്ഞാൽ എന്താണെന്ന്? കണ്ണ് കാണാത്ത ആളുകൾ അല്ലേ? കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയവരെ നമ്മൾ എന്താ പറയുന്നത്? കുരുടരെന്നാണ് പറയുന്നത് അല്ലേ? അപ്പം അങ്ങനെ രണ്ട് കുരുടന്മാർ, കണ്ണ് കാണാത്ത രണ്ട് മനുഷ്യരെ യേശു കർത്താവ് സൗഖ്യമാക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കതിനകത്ത് ദൈവവചനത്തിൽ, അതായത് ബൈബിളിൽ നമ്മളതിന് ഒരു ഭാഗം എടുത്തിട്ടുണ്ട് പഠിക്കാനായിട്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 30-31 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പാഠത്തിന് ആധാരമായിട്ട് നമ്മൾ എടുത്തേക്കുന്ന വേദഭാഗം അതാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള ഭാഗങ്ങൾ. അവിടെ യേശു പോരുന്ന വഴിക്ക് രണ്ട് കുരുടന്മാർ, അതായത് കണ്ണ് കാണാത്ത രണ്ട് മനുഷ്യർ ഇങ്ങനെ യേശു പോകുന്ന വഴി. അവർക്ക് കാണാൻ പറ്റുമോ യേശുവിനെ? ഇല്ല, കണ്ണ് കാണാത്തതുകൊണ്ട് അവർക്ക് യേശുവിനെ കാണാൻ പറ്റത്തില്ല. പക്ഷെ അവർ യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളവരല്ലേ? അവർക്ക് യേശുവിനെ കുറിച്ച് അറിയാം. എങ്ങനെ അറിയാം? ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. യേശു സൗഖ്യപ്പെടുത്തുന്ന ആളാണ്. മുമ്പും യേശു കർത്താവ് കുരുടന്മാരെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണ് കാണാത്ത ആൾക്കാർക്ക് യേശു കർത്താവ് കാഴ്ച കൊടുത്തിട്ടുണ്ട്. അപ്പം യേശുവിന് അറിയാം ഞങ്ങളുടെ കണ്ണ് കാണാത്ത അവസ്ഥയും ദൈവം ഞങ്ങൾക്ക് സൗഖ്യം തരും എന്ന് ഈ കുരുടന്മാർക്ക് മനസ്സിലായിട്ട് അവർ യേശു കർത്താവ് പോകുന്ന വഴിക്ക് പോയിട്ട് എന്താ ചെയ്തെന്നറിയോ? ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം യേശു കർത്താവ് ദാവീദിൻ്റെ പുത്രനാണെന്നും യേശു കർത്താവ് സൗഖ്യമാക്കുന്നവനാണെന്നും ഒക്കെ ഈ കുരുടന്മാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവരിപ്പോൾ യേശു കർത്താവിനോട് പറഞ്ഞു, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അവർ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യേശു കർത്താവ് അവിടെ നിന്നു. യേശു കർത്താവ് എന്നിട്ട് ഇങ്ങനെ ഈ യേശു കർത്താവ് ഇങ്ങനെ പോകുന്ന വഴിക്ക് നിന്നു. പക്ഷേ യേശു കർത്താവ് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇവരിങ്ങനെ പുറകേ പോവാം. ഞങ്ങളോട് കരുണ തോന്നണേ എന്ന് ഭയങ്കര നിലവിളിക്കുക. അവരങ്ങ് സങ്കടപ്പെട്ട് പറയുക, ഞങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റാത്തവരുടെ അവസ്ഥയെന്ന് ഓർത്തേ. നമുക്കെല്ലാം നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എല്ലാം കാണാം. മമ്മിയെ കാണാം, പപ്പയെ കാണാം, കൂട്ടുകാരെ കാണാം, വീട് കാണാം, നാട് കാണാം, നമ്മുടെ പ്രകൃതിയൊക്കെ കാണാം. നല്ല ഭംഗിയല്ലേ നമുക്ക് ദൈവം തന്നേക്കുന്ന ഈ പ്രകൃതിയിലൊക്കെ എത്ര മനോഹരമായ കാഴ്ചകളുണ്ട്. അതെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലേ? നമുക്ക് കണ്ണിന് കാഴ്ചയുള്ളത് കൊണ്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ കാണാൻ പറ്റാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ കുറച്ച് സമയം കണ്ണടച്ചൊന്നിരിക്കണം. കണ്ണടച്ചിരിക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല നമുക്കല്ലേ? നമുക്ക് ഇരുട്ടാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ? അപ്പം നമുക്ക് എന്തേലും കാണാൻ പറ്റുമോ? പക്ഷെ നമുക്ക് ശബ്ദമൊക്കെ കേൾക്കാം അല്ലേ? എന്നാൽ കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് ഇരുട്ട് തോന്നിയാലും നമ്മുടെ ചെവി കേൾക്കുന്നതാണെങ്കിൽ നമുക്ക് എല്ലാ സൗണ്ടും കേൾക്കാം അല്ലേ? അപ്പം ആരും സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. ഇനി അതല്ല, നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കേട്ടറിയാൻ പറ്റും അല്ലേ? പക്ഷെ കണ്ടറിയാൻ പറ്റത്തില്ല. അത് ഭയങ്കര കഷ്ടമല്ലേ? നമ്മൾ കണ്ണടച്ചുകൊണ്ടൊന്ന് നടന്നു നോക്കിയേ. എവിടെയല്ലേ നമ്മൾ തട്ടിടിച്ച് വീഴത്തില്ലേ? കണ്ണടച്ചുകൊണ്ട് നമുക്ക് ഓടാൻ പറ്റുമോ? കണ്ണടച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ ചെയ്യുന്നത് ശരിയാവുമോ? ഇല്ല. കണ്ണടച്ചുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റുമോ? കണ്ണടച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. അപ്പം ഈ കണ്ണ് അടച്ചു പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താലും നമുക്കത് അസാധ്യമാണ്. അതുപോലെയാണ് ഈ കണ്ണ് കാണാത്ത ആൾക്കാരുടെ അവസ്ഥ. അപ്പം കണ്ണ് കാണാൻ വയ്യാത്ത രണ്ട് പേര് യേശു കർത്താവിൻ്റെ പുറകേ നടന്ന് സങ്കടത്തോട് പറയുക, യേശു കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേന്ന് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ യേശു കർത്താവ് വീട്ടിലെത്തിയപ്പോൾ എന്ത് ചെയ്തെന്നറിയാവോ? കുരുടന്മാർ അവൻ്റെ അടുക്ക വന്നു. ഈ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നിട്ട് പിന്നെ അവനോട് പറഞ്ഞു,
കുരുടന്മാർ അവൻ്റെ അടുക്കട്ടിൽ യേശു ഇവരോട് ചോദിച്ചു, ഞങ്ങളിങ്ങനെ കണ്ണ് കാണാത്ത ആൾക്കാരാണ്, അപ്പം കാഴ്ച വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ യേശു കർത്താവിൻ്റെ പുറകെ ഇങ്ങനെ വരുന്നത്. ഈ കുരുടന്മാർ അവൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇത് ചെയ്യുവാൻ, അതായത് ഇവർക്ക് സൗഖ്യം കൊടുക്കുവാൻ, ഇവരുടെ കണ്ണിന് കാഴ്ച, കണ്ണടഞ്ഞിരിക്കുന്ന കണ്ണിന് യേശു കർത്താവ് തൊടുമ്പോൾ കണ്ണ് തുറക്കും. അപ്പോൾ അങ്ങനെ ഇവർക്ക് കാഴ്ച ശരിക്കും ഉള്ള കാഴ്ച ലഭിക്കും. അപ്പോൾ ആ സംഭവം അങ്ങനെ ചെയ്യുവാൻ കഴിയുമെങ്കിൽ, അങ്ങനാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പോഴാണെങ്കിൽ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാനങ്ങനെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തൊട്ടാൽ നിങ്ങൾക്ക് സൗഖ്യം വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച കാര്യം, നിങ്ങൾക്ക് കാഴ്ച വേണം എന്നുള്ളത് നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് നിവൃത്തിയാകും എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ യേശു കർത്താവ് അവരോട് സംസാരിച്ചു. അവർ പറഞ്ഞു, ശരിയാ കർത്താവേ, കർത്താവേ, ശരിയാണ് കർത്താവേ, അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് കാഴ്ച പ്രാപിക്കും എന്നുള്ളതിന് അവർക്ക് ഉറപ്പുണ്ടെന്നൊരു വിശ്വാസം അങ്ങനൊരു വിശ്വാസം അവർക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പോലെ തന്നെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് യേശു കർത്താവ് പറഞ്ഞു. എന്താ പറഞ്ഞേ? യേശു കർത്താവ് അവരെ സൗഖ്യമാക്കിയാൽ അവർക്ക് സൗഖ്യമാകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസം പോലെ തന്നെ അവർക്ക് ഭവിക്കട്ടെ എന്ന് യേശു കർത്താവ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ യേശു കർത്താവ് അവരുടെ കണ്ണിലിങ്ങനെ തൊട്ടു. രണ്ടുപേരുടെയും കണ്ണിലിങ്ങനെ യേശു കർത്താവ് തൊട്ടു. യേശു കർത്താവ് അവരുടെ കണ്ണിൽ തൊട്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അവർക്ക് കാഴ്ച വന്നു. അവർക്ക് അതുവരെ അടഞ്ഞിരുന്ന കണ്ണായിരുന്നു, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ യേശു കർത്താവ് അവരുടെ കണ്ണിൽ തൊട്ടപ്പോഴത്തേക്കിന് അവർക്ക് കണ്ണ് തുറന്നു, അവരെല്ലാം കാണാൻ തുടങ്ങി അല്ലേ. അങ്ങനെ അവർ കാഴ്ച പ്രാപിച്ചിട്ട് യേശു കർത്താവ് അവരോട് പറഞ്ഞു, ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ കാര്യം നിങ്ങൾ ആരോടും പോയി പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. അതെന്താ യേശു കർത്താവ് അങ്ങനെ പറഞ്ഞേ? ചിലപ്പോഴൊക്കെ യേശു കർത്താവ് ചിലരെയൊക്കെ സൗഖ്യമാക്കിയിട്ട് പറയും, നിങ്ങൾ എല്ലാവരോടും പോയി പറയാൻ പറയും. ചിലപ്പോഴാണ് പറയും, നിങ്ങൾ അവരോട് പോയി പറയരുതെന്ന് പറയും. ചിലപ്പോൾ പറയും, ഇന്ന ആൾക്കാരോട് പറയരുതെന്ന് പറയും. ഇങ്ങനെ ഈ കുരുടന്മാരോട് കർത്താവ് പറഞ്ഞു, പതുക്കെ പറഞ്ഞു, നിങ്ങളിങ്ങ് വന്നേ, നിങ്ങളെ ഇപ്പം സൗഖ്യമാക്കിയില്ലേ, ഈ സൗഖ്യം പ്രാപിച്ച കാര്യം നിങ്ങൾ ആരോടും പോയി പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ ഈ കുരുടന്മാരെന്താ ചെയ്തത്? അവരങ്ങോട്ട് പോയിട്ട് എന്ത് എന്നറിയാവോ? എല്ലാവരോടും, അവരോ പുറപ്പെട്ട ദേശത്തിലുള്ള മുഴുവൻ ആൾക്കാരോടും ഈ വാർത്ത അങ്ങ് ഫ്ലാഷാക്കി അല്ലേ. ദേശത്ത് ആരൊക്കെയുണ്ടോ അവർ കാണുന്നവരോടെല്ലാം പറഞ്ഞു. അവരങ്ങനെ കണ്ണൊക്കെ തുറന്നു, അവർക്ക് ഹാപ്പിയായി. അപ്പോൾ ഇതുവരെ അവർ കണ്ണിങ്ങനെ അടച്ച് തപ്പിയാണ് നടന്നുകൊണ്ടിരുന്നത്. അവർക്കൊന്നും കാണത്തില്ല. അവരിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കുഴിയുണ്ടെങ്കിൽ അവർ വീണു മീൻസ് കണ്ണ് കാണത്തില്ല. അപ്പോൾ അവർ വീണു പോകും. പിന്നെ അവരിങ്ങനെ കുഴിക്കാത്തുനിന്ന് ഒരു വിധത്തിൽ തടഞ്ഞ് കയറി പിന്നെ ഇവരിങ്ങനെ നടന്നു പോകും, തപ്പി ഇങ്ങനെയുള്ള പരിപാടിയായിരുന്നു. ഇപ്പം ഇവരെന്താ ചെയ്യുന്നത്? കണക്കെ തുറന്ന് കാഴ്ചയൊക്കെ പ്രാപിച്ചു. ഇപ്പോൾ ഇവരെല്ലാം കാണാം, ഇവർ ഓടുക ഇപ്പം അല്ലേ. മറ്റേ പഴയ പോലെ തപ്പിയല്ല നടക്കുന്നത്. ഇവർ പെട്ടെന്ന് ഇപ്പോൾ ഓടുക. പോകുന്ന വഴിക്ക് കാണുന്നവരുടെ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും, മറ്റേ കാണാൻ പറ്റത്തില്ല. ആരും നടന്നു പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടന്നു പോകും, കുറേ ദൂരം അങ്ങോട്ട് നടന്നു ഒരാളെ കാണും. പക്ഷെ ആളെ കാണാൻ പറ്റത്തില്ല, ആളെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷേ പക്ഷേ ഇവർ ചെന്ന് അവരെ ഇടിക്കുമായിരിക്കും കാണാഞ്ഞിട്ട്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്താ വെച്ചാൽ അവർ പോകുന്ന വഴിക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം അവർ കാണുന്നുണ്ട്. അപ്പം യേശു കർത്താവ് ഇവരെ സൗഖ്യമാക്കി. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരാളെ കാണും. അതെ ചേട്ടാ, അവിടെ നിന്ന് ഞങ്ങളുടെ കണ്ണ് കാണാം, ഇത്രയും നാൾ ഞങ്ങൾക്ക് കണ്ണ് കാണത്തില്ലായിരുന്നു, ഇപ്പോൾ തന്നെ യേശു കർത്താവ് ഞങ്ങളുടെ കണ്ണിൽ തൊട്ടു, യേശു കർത്താവ് ഞങ്ങളുടെ കണ്ണിൽ തൊട്ടപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കണ്ണ് കാണാം, ഞങ്ങൾക്ക് കാഴ്ച വന്നു എന്ന് ഇവരിങ്ങനെ പറയും. അപ്പോൾ അവരറിയും. അത് കുറച്ച് പിന്നെയും കുറേ ദൂരം വീണ്ടും നടന്നു പോകുമ്പോൾ പിന്നെയും പറയും, അതെ ചേട്ടാ, അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇത്രയും നാളും കണ്ണ് കാണത്തില്ലായിരുന്നു, യേശു എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ ഞങ്ങളുടെ കണ്ണിൽ തൊട്ടു, ഞങ്ങൾക്ക് സൗഖ്യം വന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ദേശത്തുള്ള മുഴുവൻ ആൾക്കാരോടും ഇവരിങ്ങനെ ഇതങ്ങോട്ട് പറഞ്ഞ് ഫ്ലാഷാക്കാൻ തുടങ്ങി. അത് അവരുടെ സന്തോഷം കൊണ്ടാണ് കേട്ടോ. യേശു കർത്താവ് അവരോട് ആരോടും പറയില്ലെന്ന് പറഞ്ഞെങ്കിൽ അവരങ്ങനെ ചെയ്തത് അവരത്രയും നാളും ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ കാണാത്ത കാര്യങ്ങൾ അവരെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അവർക്കുണ്ടായ സന്തോഷം കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? നമുക്ക് നല്ല ബുദ്ധി തന്നിട്ടുണ്ട്, കാഴ്ച തന്നിട്ടുണ്ട്, കേൾവി തന്നിട്ടുണ്ട്, നല്ല പേരൻസിനെ തന്നിട്ടുണ്ട്, പഠിക്കാൻ നല്ല കൃപ തന്നിട്ടുണ്ട്, ദൈവവചനം പഠിക്കാൻ കൃപ തന്നു, വാക്യം പഠിക്കുന്നുണ്ട്, ഇതെല്ലാം നമുക്കുണ്ടല്ലേ. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് എന്ത് ചെയ്യണം? യേശു കർത്താവ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളും ഉപകാരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് സാക്ഷീകരിക്കണം അല്ലേ. മറ്റുള്ളവരോട് പോയി പറയണം, എനിക്ക് വേണ്ടി എൻ്റെ യേശു കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തു, ഇന്നതൊക്കെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു, അതുകൊണ്ട് നിങ്ങളും യേശു കർത്താവിൽ വിശ്വസിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. എന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം അല്ലേ. നമുക്ക് ദൈവം തന്ന വിടുതലുകൾ നമ്മൾ വേറൊരാളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വീണ്ടും
അനുഗ്രഹങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ കൂട്ടുകാരെല്ലാം ഈ കാര്യത്തിൽ സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി എന്ത് ചെയ്യാം, ഒരു വാക്യം പഠിക്കാം. വാക്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേ നമ്മളിപ്പോൾ പഠിച്ച അതേ ഭാഗത്ത് തന്നെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തെ മനപ്പാഠവാക്യം എന്താണ്? മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 29-ാമത്തെ വാക്യം. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ തന്നെ, നിങ്ങളുടെ വിശ്വാസം പോലെ ഒന്ന് പറഞ്ഞ കൂട്ടുകാരന് ഏറ്റു പറഞ്ഞ്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ, നിങ്ങൾക്ക് ഭവിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് വെച്ചാൽ എന്താണോ നമ്മൾ വിശ്വസിക്കുന്നത്, യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതെന്തായിരിക്കണം? നമ്മുടെ വിശ്വാസമായിരിക്കണം. അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് സംഭവിക്കും. അതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. എന്തായാലും നമ്മൾ ഇതുവരെ പഠിച്ചതല്ലേ. എത്ര കുരുടന്മാരാണ് യേശു കർത്താവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് കാഴ്ച വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നത്? എത്ര കുരുടന്മാരുണ്ടായിരുന്നവർ? 2 പേരുണ്ടായിരുന്നു അല്ലേ? 2 പേരുണ്ടായിരുന്നു. 2 പേരുണ്ടായിരുന്നു. എത്ര പേരാ? 2 പേരുണ്ടായിരുന്നു. യേശു കർത്താവിന് ഇവർ യേശു കർത്താവ് ഇവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കിയാൽ നിങ്ങൾക്ക് സൗഖ്യമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഉവ്വ് കർത്താവേ, ഞങ്ങളെന്താ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരോട് പിന്നെ കർത്താവ് എന്തുവാ പറഞ്ഞേ? ഞാനിങ്ങ് നിങ്ങളെ സൗഖ്യമാക്കി. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഇവരോട് പതുക്കെ ഒരു കാര്യം പറഞ്ഞു, ചെറുതായിട്ട്, ആരോടും പറയാതെ ഇങ്ങനെ പതുക്കെ ഒരു കാര്യം പറഞ്ഞു അല്ലേ, വേറെ ആരെയും കേൾക്കാതെ. ഈ കൂട്ടത്തിൽ ഒത്തിരി ആളുകളുണ്ടല്ലേ. അപ്പം പക്ഷേ ഈ കുരുടന്മാർ മാത്രം കേൾക്കെ യേശു കർത്താവ് സീക്രട്ടായിട്ട് ഇവരോടൊരു കാര്യം പറഞ്ഞു. അതെന്തായിരുന്നറിയാമോ കൂട്ടുകാർക്ക്? ഇത് പോയി നിങ്ങൾ ആരോടും പറയരുതെന്ന് പറഞ്ഞല്ലേ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നല്ലേ. യേശു കർത്താവ് വരെ കണ്ണി തൊട്ടു സൗഖ്യമായി എന്നുള്ള സംഭവം നിങ്ങൾ പോയി ആരോടും പറയരുതെന്ന് യേശു കർത്താവ് പറഞ്ഞു അല്ലേ. അപ്പം അതാണ് യേശു കർത്താവ് പറഞ്ഞു. ബാക്കി ഓർക്കുന്നുണ്ടോ? ബാക്കി എന്തായിരുന്നു? നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. ഒന്ന് പറയാവോ കൂട്ടുകാരേറ്റ്? ഓക്കെ, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, എല്ലാവരും കണ്ണടച്ചേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വീണ്ടും ഞങ്ങളെ പാഠങ്ങൾ പഠിക്കുവാൻ സഹായിച്ചു. ദൈവകൃപ വീണ്ടും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. അങ്ങയുടെ നാമത്തിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണം, മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അയക്കണം. ദൈവം പ്രാർത്ഥന കേട്ടനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ആർക്ക് പറഞ്ഞേ? ആമേൻ. ഇനി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ബൈ.